ഹലോ ഗൈസ്, ഫോർ സോൾസ് ലൈഫിൻ്റെ പുതിയൊരു രസമുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഈച്ചയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പുകയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ താരം എന്താണെന്ന് വെച്ചാൽ രസമാണ് കേട്ടോ. രസം ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതാ ഇത്ര ഐറ്റംസൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അതിലേക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ചെറിയ ജീരകം, 1/4 സ്പൂൺ ഉലുവ. ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 3-4 വറ്റൽമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3-4 കഷ്ണം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ കേട്ടോ. ഇത്രയും പൊടികളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഇത്രയും വഴന്ന് വന്നതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് ചെറിയ തീയിൽ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കാമേ. മൂത്ത് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വെള്ളത്തിന് ആവശ്യം അനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു തിള. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നു. അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായം. രസത്തിന് ഏറ്റവും രുചി കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ, പുളിയും കായവും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാമേ. അപ്പോൾ അതാ നന്നായിട്ട് അതിൻ്റെ എല്ലാ കൂട്ടും ഒരുമിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല മണമുണ്ടേ, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ രസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. രസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അടിപൊളി രസമാണ്. ചോറിനും എല്ലാം നല്ല സ്വാദോടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വേറൊരു കാര്യം കാട്ടിത്തരാം കേട്ടോ. ഇതാ, നിങ്ങളെടുത്ത് പരിപ്പുവട ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 3-4 പരിപ്പുവട എടുത്തോ. എൻ്റെ അടുത്ത് ചെറിയ ചെറിയ പരിപ്പുവടയുള്ളൊരു 3-4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മുടെ ചൂടുള്ള രസം ഉണ്ടല്ലോ, ആ പരിപ്പുവടയുടെ മേലേക്കും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കുറച്ചധികം. അതിൽ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയില ഇടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ മല്ലിയിലയും എല്ലാം കൂടെ കൂട്ടി ഒരു മുങ്ങിക്കിടക്കാൻ പാകത്തിൽ കുറച്ച് രസം കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് കുതിരാൻ വെച്ചിട്ട് കോരി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.